അപ്പോൾ നമ്മൾ ബിരിയാണി ആക്കാൻ പോവുകയാണ്. മുട്ട ബിരിയാണിയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പിന്നെ അതിനാവശ്യമുള്ള സ്പൈസസും ഉണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക. ഇതിന് എന്താ പറയുകയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നീട് മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. വേറെനായിട്ട് മീൻ ഫ്രൈയും ഉണ്ട് കേട്ടോ. പുഴമീനാണ്. റേഷൻ അരി കൊണ്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഉള്ളി നന്നായി നമ്മൾ വഴിച്ചെടുക്കുന്നുണ്ട്. മുരിച്ചെടുക്കണം. ഇത് കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുപ്പിലാണ് കേട്ടോ ആക്കുന്നത്. കണ്ടോ, ഉള്ളി നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അടുപ്പിലാണ് കേട്ടോ നമ്മൾ ആക്കുന്നതുകൊണ്ട് കുറച്ച് വൈകും. ഉള്ളി ഇത്ര വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അടുപ്പിലാക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഉള്ളി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നേരെ കാണുന്നോന്ന് അറിയത്തില്ല. അപ്പം മീൻ ഫ്രൈ ആയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ല. മുട്ടയൊക്കെ ഇവിടെ ഉരിഞ്ഞിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്ര മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. നല്ലോണം ഇങ്ങനെ ചതച്ച് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇത്ര മതി കേട്ടോ. ഈ പരുവത്തിലൊന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നമ്മളെ മുട്ട ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിന് ഇട്ടാൽ മതി. ഇനി അതിലേക്ക് മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രേവിയൊക്കെ പറ്റാൻ വേണ്ടിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു ബിരിയാണി ഉണ്ടാക്കാൻ. നമ്മളപ്പോൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മളെ മുള്ളും പിന്നെ കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമണം മാറും വരെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. നിങ്ങൾക്ക് കാണിക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും പറങ്കിപ്പൊടിയും നമ്മൾ ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കും. കുറച്ച് ചിക്കൻ മസാലയും ഇടുന്നുണ്ട്.